പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നിങ്ങൾ കുറേ നാളായി എന്നോട് ആവശ്യപ്പെടുന്നു ഒരു മാതൃക ചോദ്യപേപ്പർ ചെയ്തു തരുമോയെന്ന്. നമുക്ക് ഇന്നൊരു മാതൃക ചോദ്യപേപ്പർ നോക്കിയാലോ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. നമുക്കിന്ന് മാതൃക ചോദ്യപേപ്പറിലേക്ക് പോകാം. മലയാളം പരീക്ഷ 2 മണിക്കൂറാണ്, 60 മാർക്കിൻ്റെ സ്കോറാണ്. ഒന്നാമത്തെ ചോദ്യം തന്നെ നോക്കാം. പട്ടിക ശരിയായി ക്രമീകരിക്കുക. സ്വർണ്ണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണ്ണഭൂഷണങ്ങൾ അണിഞ്ഞു ശോഭയോടെ. അത് ഏത് പാഠത്തിലെയാണ്? ആധ്യാത്മരാമായണം കിളിപ്പാട്ട്. പിന്നെ ആരാണതിൻ്റെ? എഴുത്തച്ഛൻ. പട്ടിക ശരിയായി ക്രമീകരിക്കുക എന്നതിൽ 3 ചോദ്യങ്ങളാണുള്ളത്. 6 സ്കോറാണ്. വരികൾ തന്നിട്ടുണ്ട്, രചന, രചയിതാവ്. അതിൽ രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നവൾ ചോദിച്ചുവോ. ഇത് ഏത് കവിതയിലാണ്? പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെയെന്ന KG ശങ്കരപ്പിള്ളയുടെ കവിതയിലെ വരികളാണ്. മൂന്നാമത്തെ ചോദ്യം: അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീ എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ONV കുറുപ്പിൻ്റെ ഭൂമിക്കൊരു ചരമഗീതത്തിലെ വരികളാണ്. അപ്പം ഇത് 3 ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്കോർ 6 ആണ്. സ്വർണ്ണവർണ്ണത്തെ പൂണ്ട എന്ന് പറയുന്ന ഭാഗം ആധ്യാത്മരാമായണം കിളിപ്പാട്ടിലെയാണ്, എഴുത്തച്ഛൻ്റേതാണ്. രണ്ടാമത്തേത് എന്നുടെ ഒച്ച കേട്ടുവോ വേറിട്ട് എന്നത് KG ശങ്കരപ്പിള്ളയുടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇങ്ങനെ. മൂന്നാമത്തേത് അറിയുന്നു ഞാൻ എന്നിൽ നിറയുന്നു നീയൻ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ഭൂമിക്കൊരു ചരമഗീതം ONV കുറുപ്പിൻ്റെ രചനയാണ്. 2 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതേണ്ടതാണ്. 1 സ്കോർ വീതമാണ്. മെലിഞ്ഞ ഒരു കൈയിൽ ഉയർത്തിപ്പിടിച്ച ലോലമായ വെളുപ്പിൻ്റെ ഒരു മൊട്ട്. ഏത് പാഠം എന്നറിയാലോ? ഉപ്പ്. സച്ചിദാനന്ദൻ്റെ ഉപ്പിലെ വരികളാണ്. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരെ നടന്ന ഏത് സമരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്? ഏത് സമരമായിരിക്കും? ഉപ്പ് സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. തേച്ചു മിനുക്കിയാൽ കാന്തിയും മൂല്യവും വാച്ചിടും കല്ലുകൾ ഭാരതാംബെ. ആരുടെ വരികളാണ്? ദുരവസ്ഥ എന്ന കവിതയിലെ കുമാരനാശാന്റെ വരികളാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്. കുമാരനാശാന്റെ സാമൂഹ്യ അസമത്വത്തിൻ്റെ അടിസ്ഥാന കാരണമായി കാണുന്നത് എന്താണ്? അലസതയും ദാരിദ്ര്യവും, പ്രാദേശിക പിന്നോക്കാവസ്ഥ, തൊഴിലില്ലായ്മയും പട്ടിണിയും, ജാതി ചിന്തയും അയിത്തവും. ഉത്തരം ജാതി ചിന്തയും അയിത്തവും. നാലാമത്തെ ചോദ്യം: ഉജ്ജലമാക്കി ഊഴിയെ ഞങ്ങളുടെ ഉജ്ജല ഹൃദയസ്പന്ദങ്ങൾ. ഇവിടെ ഉജ്ജല ഹൃദയസ്പന്ദങ്ങളിലെ ഹൃദയസ്പന്ദങ്ങൾ എന്ന ഭാഗത്ത് അടിവരയിട്ടിട്ടുണ്ട്. അപ്പം അടിവരയിട്ട പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം ഹൃദയമാകുന്ന സ്പന്ദനമാണോ ഹൃദയത്തിൻ്റെ സ്പന്ദനമാണോ? ഉത്തരം ഹൃദയത്തിൻ്റെ സ്പന്ദനം. ചോദ്യം 5: പേന മരിച്ചു കിടപ്പു നിൻ ട്രങ്കിൻ്റെ മൂലയിൽ കൊക്കുകൾ പൂട്ടിയിരുന്നു നാം. ഇത് നഗരത്തിലെ യക്ഷനിലെ വരികളാണ്. ഈ കൊക്കുകൾ പൂട്ടിയിരിക്കുന്നു എന്ന പ്രയോഗം എന്ത് ആശയതലത്തിലാണ്? ഉത്തരം പരസ്പരം ഒന്നും മിണ്ടുന്നില്ല. 6ാമത്തെ ചോദ്യം 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്ന ചോദ്യമാണ്. 2 സ്കോറാണ് അതിനുള്ളത്. ഒരേ ജന്മത്തിൽ എത്രമാത്രം ആളുകളാകാൻ പറ്റുമോ അത്രയുമാകണം. ഇത് പ്രിയയുടെ പയറുവള്ളികളിൽ തൂങ്ങി നമ്മളൊക്കെ എന്ന പാഠഭാഗത്തിലേതാണ്. എഴുത്തുകാരിയുടെ ഈ നിരീക്ഷണത്തെ സാധൂകരിക്കുന്ന 2 ഉദാഹരണങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി എഴുതുക. ഉത്തരം: നമ്മൾ ഉടുപ്പുകൾ മാറുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. കർട്ടനുകൾ മാറുന്നത്, പുതിയ ചെടികൾ നടുന്നത്. ഒന്ന് നമ്മൾ ഉടുപ്പുകൾ മാറുന്നത്, രണ്ടാമത്തേത് കർട്ടനുകൾ മാറുന്നത്, പുതിയ ചെടികൾ നടുന്നത്. 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 4 സ്കോറാണ് അതിനുള്ളത്. 4 സ്കോർ എന്ന് പറയുമ്പോൾ പരമാവധി 6 വാക്യത്തിൽ ഉത്തരം എഴുതിയാൽ മതി. 7ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക. പണമുള്ളവർ അങ്ങനെയാണെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു. എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിൽ ഒതുക്കും. കുടിയൊഴിക്കപ്പെടുന്നവർ. കോക്കാഞ്ചിറക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ നിരീക്ഷണം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. സാറ ജോസഫിൻ്റെ ആലാഹിയുടെ പെൺമക്കൾ എന്ന നോവലിലേതാണ് ചോദ്യഭാഗം. പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിരാലംബരായ മനുഷ്യരുടെ കഥയാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്.
കോക്കാഞ്ചേരിയിൽ താമസിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ എമണ്ടൻ വാറു കള്ളരേഖകൾ ഉണ്ടാക്കി അവിടെ നിന്ന് കുടിയിറക്കി വിടാൻ ശ്രമിക്കുകയാണ്. ഈ അവസരത്തിലാണ് കുട്ടിപ്പാപ്പൻ ഈ വാക്യം പറയുന്നത്. കുട്ടിപ്പാപ്പൻ പോരാട്ട വീര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പലതും ചെയ്യണമെന്നുണ്ട്. ഒരു ക്ഷയരോഗിയാണ്. നിരാഹാരം കിടക്കാൻ തയ്യാറാണ്. പക്ഷേ പള്ളിയുടെ ഒത്തുതീർപ്പിൽ ആ നിരാഹാരം കിടക്കേണ്ടതായി വരുന്നില്ല. കോക്കാഞ്ചിറയിലെ ആണുങ്ങളുടെ എല്ലുറപ്പില്ലായ്മയും മുതലെടുത്ത് കാര്യങ്ങൾ എമണ്ടൻ വാറുവിന് അനുകൂലമായി മാറുന്നു. കോക്കാഞ്ചിറയിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട കുടുംബങ്ങൾ ഓരോന്നായി അവിടെ നിന്ന് വിട്ടുപോകുന്നത് ഹൃദയസ്പർശിയായി നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട്. പണമുള്ളവർ അതുപയോഗിച്ച് എന്തിനേയും കാൽച്ചുവട്ടിലാക്കും. കോക്കാഞ്ചിറ വരെ തുടച്ചു നീക്കപ്പെടും. കുട്ടിപ്പാപ്പൻ പറയുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടെ അല്ലാതെയായിത്തീരും. 8ാമത്തെ ചോദ്യം, പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. നിരവധി വർഷങ്ങളിലെ DDT പ്രയോഗത്തിന് ശേഷം പട്ടണത്തിൽ ഇപ്പോൾ ഗായകുരുവികളും സ്റ്റാർലിങ്ങുകളും ഇല്ല. എൻ്റെ തീറ്റക്കുടലിൽ ചിക്ഡീഡ് വരാതായിട്ട് 2 വർഷമായി. റോബിൻ കുരുവികൾ പാടുന്നില്ല. നമ്മുടെ നാട്ടിലും സമാനമായ അവസ്ഥയുണ്ടല്ലോ. പാഠഭാഗം കൂടി പരിഗണിച്ച് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അമേരിക്കയിലെ സമുദ്ര ജൈവശാസ്ത്രജ്ഞയും ഹരിത എഴുത്തുകാരിയുമായിട്ടുള്ള റേച്ചൽ കേഴ്സന്റെ പരിസ്ഥിതി ബൈബിൾ എന്ന് വിശേഷിപ്പിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്ന കൃതിയിലെ ഒരു അധ്യായമാണ് പാഠഭാഗം. അമേരിക്കൻ ഐക്യനാടുകളിൽ DDT പ്രയോഗം മൂലം പരിസ്ഥിതിക്ക് സംഭവിച്ച പ്രത്യാഘാതങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. തീയുറുമ്പുകളെ കൊല്ലുന്നതിനായി മാരകമായ വിഷമായ DDT വിമാനത്തിലൂടെ ജനവാസ കേന്ദ്രങ്ങളിൽ തളിക്കാൻ സർക്കാർ തീരുമാനമെടുത്തു. എൽമുമരങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തത്. എന്നാൽ എല്ലുമരങ്ങളെ രക്ഷിക്കാനായില്ല. അത് പ്രകൃതിക്ക് വലിയ തടസ്സമായി തീരുകയും ചെയ്തു. കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരുടെ പ്രശ്നങ്ങൾ ഇതുമായി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫാക്ടറികളിൽ നിന്ന് മലിനജലം പുഴകളിലേക്കും മറ്റും ഒഴുക്കി നിരവധി മത്സ്യങ്ങൾ ചത്തുപൊങ്ങുന്ന വാർത്ത നമ്മൾ സ്ഥിരം വായിക്കാറുള്ളതാണ്. ഈ സംഭവങ്ങളും കൂടി ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ചേർത്ത് വെച്ച് എഴുതാവുന്നതാണ്. ചോദ്യം 9, ബഷീറിൻ്റെ വ്യക്തിപരമായ കലാഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഭാവദീപ്തിയാണെന്ന് ശബ്ദം പറയാം. ലേഖകൻ സൂചിപ്പിക്കുന്ന ബഷീറിൻ്റെ രചനയുടെ മറ്റു പ്രത്യേകതകൾ കണ്ടെത്തി ലഘുകുറിപ്പ് തയ്യാറാക്കുക. മതിലുകൾ എന്ന പാഠഭാഗത്ത് MF തോമസ് ബഷീറിൻ്റെ സാഹിത്യ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ചൊറുചൊറുക്കുള്ള ആ വാക്യങ്ങളിൽ ഒരു മനുഷ്യഹൃദയത്തിൻ്റെ ശീഘ്രസ്പന്ദനം നമുക്ക് അനുനിമിഷം കേൾക്കാം എന്ന MB പോളിൻ്റെ അഭിപ്രായം എത്ര അർത്ഥവത്താണ്. ബഷീറിൻ്റെ ലാളിത്യവും നർമ്മബോധവും സർവോപരി മനുഷ്യസ്നേഹവും അടൂരിൻ്റെ മതിലുകളിൽ വെളിവാക്കപ്പെടുന്നുണ്ട്. പുറം ലോകത്തിൻ്റെ ഒരു പരിച്ഛേദവും മതിലുകളിൽ നമുക്ക് കാണാം. പുറമേക്ക് ലളിതമെന്നോ അതിലളിതമെന്നോ തോന്നാവുന്ന രൂപഘടനയുള്ള ഈ ചിത്രം ബഷീറിൻ്റെ ജീവിത ലാളിത്യവും ബഷീർ കൃതികളുടെ ലാളിത്യവും സ്വാംശീകരിച്ചെടുത്ത ഒരു ശൈലി പിന്തുടരുന്നുണ്ട്. ബഷീറിൻ്റെ നർമ്മബോധം ഒരു സ്വർണ്ണ നൂലിഴ പോലെ ആദ്യം മുതൽ അവസാനം വരെ ഈ ചിത്രത്തിൽ തെളിഞ്ഞു കാണാം. ഇനി ഇതുപോലെ എവിടെയെങ്കിലും വെച്ച് കാണാം സാറേ എന്ന് പറഞ്ഞ തൊരപ്പൻ പിരിഞ്ഞു പോകുമ്പോൾ ആർക്കും ചിരിക്കാതിരിക്കാനാവില്ല. ബഷീറിൻ്റേതാണോ അടൂരിൻ്റേതാണോ എന്ന് തിരിച്ചറിയാവുന്ന വിധം കഥാപാത്രങ്ങളും സംഭാഷണങ്ങളും രംഗങ്ങളും ഒത്തുചേർന്ന് ഒന്നായി ഒഴുകുന്നു. ചോദ്യം 10, വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. ഇതൊക്കെ നോക്കുമ്പോൾ എൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു. ദേവകിയുടെ മനരിച്ചിൽ. അക്കാലത്തെ വിവാഹ ജീവിത അവസ്ഥകളുമായി ബന്ധിപ്പിച്ച് ദേവകി നിലയങ്ങോടിൻ്റെ ഈ അഭിപ്രായം വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. നഷ്ടബോധങ്ങളില്ലാതെ എന്ന ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയിൽ അക്കാലഘട്ടത്തിലെ നമ്പൂതിരി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ഋതുമതിയായ പെൺകുട്ടികൾക്ക് ഇല്ലത്തുനിന്ന് പുറത്തു പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. അവരുടെ സഞ്ചാരപരിധി എന്ന് പറയുന്നത് അടുക്കളക്കുളം വരെ ആയിരുന്നു. പൂമുഖം കാണാൻ പാടില്ലായിരുന്നു. സ്വന്തം സഹോദരങ്ങളുടെ വിവാഹത്തിൽ പോലും പങ്കെടുപ്പിച്ചിരുന്നില്ല. വിശേഷമുള്ള ഇല്ലങ്ങളിൽ നിന്ന് ഇവർക്കുള്ള ഭക്ഷണം പകർച്ചയായി എത്തിക്കും. സ്ത്രീധനം കൊടുക്കാൻ ഇല്ലാത്ത ഇല്ലങ്ങളിലെ പെൺകുട്ടികൾ 30 വയസ്സ് വരെ വീട്ടിലിരിക്കുക പതിവായിരുന്നു. മക്കളെ വേളി കഴിച്ചു കൊടുക്കാൻ പണമില്ലാത്ത അച്ഛന്മാർ
അജ്ഞാതരായ ആളുകൾക്ക് കല്യാണം എന്ന പേരിൽ മക്കളെ വിൽക്കുന്നതും അപൂർവമായിരുന്നില്ല. അങ്ങനെ ഒരു അനുഭവത്തിന് ദേവകി അന്തർജനം സാക്ഷിയായിട്ടുണ്ട്. തങ്ങളുടെ ഇല്ലത്തെ വേലക്കാരിയായിരുന്ന ഒരു അന്തർജനത്തിൻ്റെ മകളെ അവളുടെ അച്ഛൻ മംഗലാപുരത്തുള്ള ഒരു നമ്പൂതിരിക്ക് വിവാഹമെന്ന പേരിൽ വിറ്റതാണെന്ന് ദേവകി പറയുന്നു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തൻ്റെ വിവാഹം ഒരു ഭാഗ്യമായിരുന്നു എന്നവർ പറയുന്നു. ദേവകി അന്തർജനത്തെ വിവാഹം ചെയ്യുന്ന രവി നമ്പൂതിരി വളരെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സ്നേഹിക്കുന്നവനും യാഥാസ്ഥിതികത്വം ഒട്ടും ഇല്ലാത്ത വ്യക്തിയുമായിരുന്നു. അടുത്ത ചോദ്യം 11ാമത്തേത്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. ആളുകൾ വന്നും പോയും ഇരിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെയായിരുന്നു ഞങ്ങളുടെ ബ്ലോക്ക്. പിറന്ന നാട് വിട്ടവർ. നജീബ് തൻ്റെ ജയിൽ ബ്ലോക്കിനെ റെയിൽവേ സ്റ്റേഷനോട് താരതമ്യപ്പെടുത്തുന്നതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. നജീബ് താമസിക്കുന്ന സുമേസി ജയിലിൽ സ്ഥിരം അന്തേവാസികൾ ആരുമില്ലായിരുന്നു. പഴയവർ പോയിക്കൊണ്ടിരുന്നു, പുതിയവർ വന്നുകൊണ്ടിരുന്നു. ഒന്നിച്ച് ഒരു കൂട്ടമായല്ല വരുന്നത്. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന്, വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിന്നും ഒറ്റ തിരിഞ്ഞാണ് ആ വരവ്. പല ദിവസങ്ങളിൽ പല നേരങ്ങളായി. പതിയുള്ള ആ ഒഴുകി വരവ് നാം അറിയുക കൂടിയില്ല. എന്നാൽ ഒരു വണ്ടി വന്ന് നിൽക്കുമ്പോൾ ഒന്നിച്ചൊരു പ്ലാറ്റ്ഫോം കാലിയാവുന്നത് പോലെയാണ് ചിലപ്പോഴത്തെ ഒഴിഞ്ഞുപോക്ക്. കുറിപ്പ് തയ്യാറാക്കുക. പൂട്ടിവച്ചുള്ള മനസ്സോടിരുന്നു ഞാൻ ഓർക്കുകയാണ് ആ ദിനങ്ങൾ, തൻ ലാഘവം പോയ മധുവിധുകാലത്തിനേക്കാളും ഇന്നു പ്രിയമുണ്ടെനിക്കു നിന്നോടോ. നഗരത്തിൽ ഒരു യക്ഷൻ. വരികളിലെ സവിശേഷ പ്രയോഗങ്ങൾക്ക് കവിയുടെ മാനസികാവസ്ഥയെ വെളിപ്പെടുത്താൻ കഴിയുന്നുണ്ടോ? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ആറ്റൂർ രവിവർമ്മയുടെ നഗരത്തിൽ ഒരു യക്ഷൻ എന്ന കവിതയിലേതാണ് ഈ വരികൾ. വിവാഹപൂർവ്വ നാളുകളിൽ ഭാര്യയ്ക്കുണ്ടായിരുന്ന ഭംഗി നഷ്ടപ്പെടുന്നതോർത്ത് വേദനിക്കുന്ന നായകൻ്റെ ചിന്തകളാണ് കവിതയുടെ ആരംഭത്തിൽ കാണുന്നത്. എന്നാൽ ജോലി ആവശ്യാർത്ഥം നഗരത്തിലെത്തി ഭാര്യയെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് വിരഹത്തിൻ്റെ വേദനയും സ്നേഹത്തിൻ്റെ പ്രാധാന്യവും അദ്ദേഹം തിരിച്ചറിയുന്നത്. അമ്മ മരിച്ചപ്പോൾ അനുഭവിച്ച അതേ വേദനയാണ് കവിയുടെ ഭാര്യയുടെ അഭാവത്തിൽ അനുഭവിക്കുന്നത്. നഗരത്തിൽ കഴിയുമ്പോഴാണ് ജീവിതത്തിൽ ഭാര്യയുടെ പ്രാധാന്യം, കുടുംബം, സ്നേഹബന്ധങ്ങളുടെ തീവ്രത എന്നിവയെല്ലാം എന്താണെന്ന് കവി മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് പോയ മധുവിധു കാലത്തേക്കാൾ പ്രിയതമയോട് അദ്ദേഹത്തിന് അടുപ്പം തോന്നുന്നത്. ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കവും പിണക്കവും അവതരിപ്പിക്കുന്ന കവിത ആധുനിക ഗൃഹാന്തരീക്ഷത്തിൽ വിളക്കും വെളിച്ചവുമാണ്. ജീവിതത്തിലെ ഒറ്റപ്പെടലിനെയും മടുപ്പിനെയും നേരിടാൻ സുദൃഢമായ സ്നേഹബന്ധങ്ങൾ കൊണ്ടേ കഴിയൂ എന്ന പ്രസാദാത്മകമായ ഒരു കാഴ്ചപ്പാട് ഈ വരികളിൽ അവതരിപ്പിക്കും. 13ാമത്തെ ചോദ്യം. വിശകലന കുറിപ്പ് തയ്യാറാക്കുക. ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറൊരാൾക്കും നിശ്ചയമുണ്ടാവില്ല. ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം. ഒരു ചെറു പുഞ്ചിരി. അമ്മാളുവിൻ്റെ ഈ വാക്കുകൾ അവരുടെ ഊഷ്മളമായ ദാമ്പത്യ ജീവിതത്തെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയല്ല? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. MT വാസുദേവൻ നായരുടെ സിനിമയായ ഒരു ചെറു പുഞ്ചിരിയും വൃദ്ധ ദമ്പതിമാരായ കുറുപ്പും അമ്മാളുവും തനിച്ച് ഒരു ഗ്രാമത്തിൽ താമസിക്കുകയാണ്. മക്കളെല്ലാം ദൂരസ്ഥലങ്ങളിൽ ജോലിക്കും വിവാഹം കഴിച്ചും പോയിരിക്കുന്നു. കൃഷിയെ സ്നേഹിക്കുന്ന കുറുപ്പും അയാളെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്ന അമ്മാളുവും കൂടിയുള്ള വാർദ്ധക്യകാല ജീവിതം അവരുടെ സൗന്ദര്യ പിണക്കങ്ങളും പറയാതെ പറയുന്ന സ്നേഹവുമാണ് ഈ സിനിമ. മലയാളിയുടെ കുടുംബജീവിതത്തിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്ന ഒട്ടേറെ വൈകാരിക മുഹൂർത്തങ്ങൾ ഈ സിനിമയിൽ കാണാനാകും. ഭർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് അമ്മാളു പറയുന്നത് എല്ലാ സ്ത്രീകളെ പോലെ അല്ല. മാംഗല്യത്തോടെ മരിക്കുക, അതാണ് പലരുടെയും പ്രാർത്ഥന. എന്നാൽ കുറിപ്പിൻ്റെ രീതികൾ അമ്മാളുവിന് മറ്റാരേക്കാളും അറിയാം. കഷ്ടപ്പെടാതെ പോയ ഭാഗ്യത്തിൽ അവർ ആശ്വാസം കൊള്ളുന്നു. സ്നേഹത്തിൻ്റെ ഉന്നതമായൊരവസ്ഥയിൽ മാത്രമേ ഈ ചിന്ത ഉണ്ടാവുകയുള്ളൂ. ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. നന്ദി, നമസ്കാരം.